ഹലോ മക്കളെ, നമ്മളിന്ന് നിങ്ങൾക്ക് GIBയിലുള്ളൊരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ഫാറ്റ് അല്ലേ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഫാറ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യാൻ പറയാം. ഒന്നാമത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അവർ പറയും, അതായത് ഫസ്റ്റ് ഷെല്ലിൽ നിന്ന് സെക്കൻഡ് ഷെല്ലിലോട്ട് എക്സൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫിഫ്ത്ത് ഷെല്ലിൽ നിന്ന് സെക്കൻഡ് ഷെല്ലിലോട്ട് ഇറങ്ങി വന്നു, അല്ലെങ്കിൽ 10th ഷെല്ലിൽ നിന്ന് 6th ഇറങ്ങി വന്നു. ആ ഒരു ട്രാൻസിഷൻ്റെ സമയത്തുള്ള, ആ ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ്റെ സമയത്തുള്ള ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എനർജി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആ ട്രാൻസിഷൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി നമുക്ക് ഒറ്റൊരു ഇക്വേഷൻ മതി ആക്ച്വലി. അതായത് ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഷെല്ലിൽ നിന്ന് 6th വരിക. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ്റെ എനർജി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതായത് RH ഇൻറ്റു Z² ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇനിയിപ്പം ഫ്രീക്വൻസി ചോദിക്കുകയാണെങ്കിലും വേവ് നമ്പർ ചോദിക്കുകയാണെങ്കിലും ഒക്കെ ഈ ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ ഒരു മാറ്റവും ഇല്ല. ആകെയുള്ള മാറ്റം എവിടെ വരുന്നത്, ഈ RH വാല്യൂവിൽ എന്ത് ചെയ്യും, ഡിഫറൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അവർ എനർജി ചോദിക്കാമെന്ന് വിചാരിക്കും. എനർജി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ RH എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂസ് എന്ത് ചെയ്യണം, പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് എനർജി വേണ്ടത് ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിൽ വേണമെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോൺ വോൾട്ടിന്റെ ടേമിൽ നിങ്ങൾക്ക് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ RH എന്ത് ചെയ്യണം, 13.6 ആണ് എന്ത് ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ജൂളിൽ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എനർജി ജൂളിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഓപ്ഷനിൽ ആൻസർ ജൂളിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ RH 2.18 ഇൻറ്റു 10⁻⁻18 എന്നുള്ള ടേം എന്ത് ചെയ്യണം, പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആൻസർ വേണ്ടത് കിലോ ജൂൾ പെർ മോളിൽ വേണമെന്നുണ്ടെങ്കിൽ RH എന്ത് ചെയ്യുക, 1312 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ മറക്കണ്ട, ഇക്വേഷൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. Z എന്താണെന്ന് അറിയാലോ, ഹൈഡ്രജൻ ആണെങ്കിൽ Z അറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ അല്ലാത്ത ഹീലിയം വരുമ്പോൾ Z2 കൊടുക്കേണ്ടി വരും, ലിഥിയം ആകുമ്പോൾ 3 ഒക്കെ കൊടുക്കേണ്ടി വരും. ഇനി ചോദ്യം, ഈ സെയിം ട്രാൻസിഷന്റെ തന്നെ എനർജിക്ക് പകരം വേവ് നമ്പർ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, RH ഈ ഒരു വാല്യൂ പോയിട്ട് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വേവ് നമ്പർ നിങ്ങൾക്ക് വേണ്ടത് മീറ്ററിന്റെ ടേമിലാണെങ്കിൽ, മീറ്റർ ഇൻവേഴ്സിന്റെ ടേമിലാണെങ്കിൽ RH എന്ത് ചെയ്യുക, 1.09677 ഇൻറ്റു 10⁻⁷ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി സെന്റിമീറ്റർ ഇൻവേഴ്സിന്റെ ടേമിലാണ് നിങ്ങൾക്ക് വേവ് നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1.09677 ഇൻറ്റു 10⁵ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സെയിം ചോദ്യം തന്നെ വേവ് നമ്പറിന് പകരം ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിലോ എളുപ്പം. നമുക്കറിയാം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു C ഇൻറ്റു ന്യൂ ബാർ. അപ്പൊ ഈ ടേമിനെ കൊണ്ട് എന്ത് ചെയ്താൽ മതി, C മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ മീറ്റർ ഇൻവേഴ്സിന്റെ ആണെങ്കിൽ സിയിൽ എന്ത് ചെയ്യുക, 3 ഇൻറ്റു 10⁸8 കൊടുക്കുക. ഇനി ഇതിലാണെങ്കിൽ 3 ഇൻറ്റു 10⁻10 കൊടുക്കുക. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ ഫ്രീക്വൻസി ചോദിക്കുകയാണെങ്കിൽ RH ഈ ഒരു വാല്യൂ പോയിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സെയിം ഇക്വേഷൻ ആണ്. RH വാല്യൂ എന്ത് ചെയ്യും, വേവ് നമ്പർ അനുസരിച്ച്, വേവ് നമ്പർ ആണെങ്കിൽ RH ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഫ്രീക്വൻസി ആണെങ്കിൽ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എനർജി ആണെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ യൂണിറ്റ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ വാല്യൂസ് എന്ത് ചെയ്യും, മാറും. അപ്പോൾ കൂടുതൽ ഇക്വേഷൻസ് ഒന്നും നമുക്ക് ആക്ച്വലി ചാപ്റ്റർ എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല. ഒറ്റ കാര്യം കൂടി, ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഷെല്ലിൽ നിന്ന് തേർഡിലോട്ട് പോവുക. അപ്പോൾ N1 എന്ത് കൊടുക്കണം, N2 എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ലൈമാൻ സീരീസിന്റെ സെക്കൻഡ് ലൈൻ, ലൈമാൻ സീരീസിന്റെ സെക്കൻഡ് ലൈൻ ഏതാ, തേർഡിൽ നിന്നും 1 വരുന്ന ലൈനാണ്. അപ്പോൾ ഇവിടെ 3 കൊടുക്കണോ 1 കൊടുക്കണോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ആക്ച്വലി ഒരു പ്രശ്നവുമില്ല, കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം നമുക്ക് വേവ് നമ്പർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മാഗ്നിറ്റ്യൂഡ് എഴുതി വെച്ചാൽ മതി. പൊതുവെ നമ്മൾ ചെയ്യല് എങ്ങോട്ടാണോ വരുന്നത്, ലൈമാനോ ആയതുകൊണ്ട് N1 എപ്പോഴും 1 ആയിരിക്കും. ഇനിയിപ്പം തേർഡിൽ നിന്ന് വരികയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, 3 എന്ന് കൊടുക്കുക. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നിങ്ങളെ കിട്ടുന്ന വാല്യൂ മാറൂല, സൈനേ മാറുള്ളൂ. നമുക്കറിയാം വേവ് നമ്പർ ഒന്നും ഒരിക്കലും എന്തിൽ വരൂല, നെഗറ്റീവ് എന്ത് ചെയ്യൂല, വരൂല. അതുകൊണ്ട് അതിൽ ടെൻഷൻ ആവേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഈ കാര്യം നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടി ഒറ്റൊരു ക്വസ്റ്റ്യൻ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അതായത് ചോദ്യം ഞാൻ ചോദിക്കാം. ചോദ്യം എന്താ, ഹൗ മെനി ഡീജനറേറ്റ് ഓർബിറ്റൽ ഇൻ തേർഡ് ഷെൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിംഗിൾ ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആയിക്കോട്ടെ, ഹീലിയം പ്ലസ് ആകാം, ലിഥിയം 2+ ആകാം, ബെർലിയം 3+ ആകാം. സിംഗിൾ ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആണെങ്കിൽ അയാളുടെ എനർജി നോക്കാൻ നിങ്ങൾ എന്ത് വെച്ചിട്ടാ, N നോക്കിയിട്ടാ, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാ. അപ്പം തേർഡ് ഷെല്ലല്ലേ, തേർഡ് ഷെൽ എന്ന് പറയുമ്പോൾ N എന്തായിരിക്കും, 3 ആയിരിക്കും. അപ്പൊ 3 എന്ന് പറയുമ്പോൾ 3s ഉണ്ടാകും ഇല്ലേ. N 3 ആണെങ്കിൽ L എന്തൊക്കെ വരാം, 0 വരാം, 1 വരാം, 2 വരാം. അതായത് 3s ആകാം, 3p ആകാം, 3d ആകാം. ഈ എല്ലാത്തിന്റെ എനർജി ആക്ച്വലി എന്താ, സെയിം. കാരണം എല്ലാത്തിന്റെ N വാല്യൂ എന്താണ്, 3 ആണ്. ഇപ്പൊ പറയാനുള്ള പോയിന്റ്, സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആണെങ്കിൽ അയാളുടെ എനർജി നോക്കുന്നത് അയാളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ്. N മാത്രം നോക്കിയാൽ മതി. N സെയിം ആണെങ്കിൽ എനർജി സെയിം ആണ്. അപ്പൊ 3s-ഉം 3p-യും 3d-യും എല്ലാത്തിന്റെ എനർജി എന്താ, സെയിം ആണ്. അപ്പൊ എത്ര ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ട്, എത്ര സെയിം എനർജി ഉള്ള ഓർബിറ്റൽ നോക്കിയാൽ മതി. ഇത് 1 2 3 4 5 6 7 8 9 ഡീജനറേറ്റ് ഓർബിറ്റൽ ഉണ്ടാവും ഇവിടെ തേർഡ് ഷെല്ലിൽ.
അപ്പം നിങ്ങൾ വിചാരിക്കരുത് 3Pയുടെ എനർജി കുറവാ 3Dയേക്കാളെന്ന് വിചാരിക്കരുത്. അത് സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് അല്ല, മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ് വരുമ്പോഴാണ് എന്നും എല്ലും നോക്കേണ്ടത്. സിംഗിൾ ഇലക്ട്രോൺ ആണെങ്കിൽ N മാത്രം നോക്കുക, N സെയിം ആണെങ്കിൽ എനർജി സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും എനർജി സെയിം ആണ്. അപ്പോൾ ഓർബിറ്റലിൻ്റെ നമ്പറാണ് ചോദ്യം. ഇപ്പോൾ 1 ടോട്ടൽ 9 ഓർബിറ്റൽസ് ഡീജനറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾ വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ